കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി കാരണം പ്രശസ്തമായ ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ടാസ്മാനിയയിലെ ലോൺസെസ്റ്റനിലെ ബ്രാഡീസ് ലുക്കൗട്ടിലാണ്. ബ്രാഡീസ് ലുക്കൗട്ടിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ചരിത്രവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഷെറിൻ ടോക്സിലേക്ക് സ്വാഗതം. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ബ്രാഡീസ് ലുക്കൗട്ടിലാണ്. ടാസ്മാനിയയിലെ തന്നെ നമ്മുടെ ലോൺസെസ്റ്റിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ലുക്കൗട്ടാണ്. അപ്പം ഇവിടുത്തെ എല്ലാ ചെറിയ ഇതുപോലത്തെ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇവരിവിടെ ടൂറിസ്റ്റ് ലൊക്കേഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു ദിവസമാണ്. വിൻ്റർ സമയത്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി. നല്ല വെതറാണ്. കാറ്റടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടിരിക്കുന്നത്. അതർവൈസ് ഇറ്റ്സ് റിയലി ഓസം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതുപോലൊരു തടിയുടെ പാലത്തിലാണ് കേട്ടോ നമ്മളിത് നടന്ന മുകളിലേക്ക് വന്നാൽ. നൈസ് കേട്ടോ, നല്ല രസമായിട്ട് ഇവരത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോയി കാണാം. മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്ക ലൊക്കേഷനുകളിലും ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിവിടെ ബാർബിക്യൂ സെറ്റപ്പാണ്. അത് ബാർബിക്യൂ സെറ്റപ്പാണ്. അതുപോലെ നമുക്കിത് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി, താഴെ കാണുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ബാർബിക്യൂ ഫങ്ഷനിങ് ആയിട്ടുള്ളതാണ്. അതായത് തുരുമ്പൊന്നും മേടിച്ചിട്ടില്ല, വളരെ നീറ്റായിട്ട് എടുക്കുന്ന ബാർബിക്യൂ ആണ്. നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫ്രീ ആണ്. നമുക്കിവിടെ എനിക്കൊന്ന് അത് ഇലക്ട്രിക് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ചിലത് ഗ്യാസ് വെച്ചിട്ടാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് എന്താ പറയുക സോസ് യൂസ് ചെയ്തിട്ടാണത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ട് പോകാം. ഭയങ്കര നല്ലൊരു ഇതാട്ടോ. ഞാൻ നേരത്തെ ഇതിൻ്റെ താഴെ വന്നിട്ട് ഒരു പ്രാവശ്യം ഷോർട്സ് എടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല, കാരണം അന്നിച്ചൊരു സന്ധ്യ ആയിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്സ് എടുത്തിട്ട് അപ്പോൾ ഒരു ഫുൾ വീഡിയോ എന്താണെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. സോ നമുക്ക് മുകളിലേക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. 19-ാം നൂറ്റാണ്ടിൽ ഓസ്ട്രേലിയയിലെ കുറ്റിക്കാടുകളിൽ മാത്രം ഒളിച്ചു ജീവിച്ചിരുന്ന ഏറ്റവും കുപ്രസിദ്ധനായ ഒരാളായിരുന്നു മാത്യു ബ്രാഡി. 1796 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഞാൻ നേരത്തെ കേമ്പിൾ ടൗൺ വീഡിയോയിൽ സംസാരിച്ചിരുന്നതുപോലെ ഇംഗ്ലണ്ടിലെ കുറ്റവാളികളെ ഓസ്ട്രേലിയയിലായിരുന്നു ശിക്ഷിക്കാനായി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആയതിനാൽ മോഷണങ്ങളുടെ പരമ്പരയോടെ കോളനിയായ വാൻ ഡിമൻസ് ലാൻഡ്, അതായത് ഇപ്പോൾ ടാസ്മാനിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 1820കളിൽ എത്തിക്കുകയുണ്ടായി. സോ ഇതാണ് ബ്രാഡീസ് ലുക്കൗട്ട് എന്ന് പറയുന്നത്. മാക്സിമം ലോഡ് ലിമിറ്റ് ഫോർ ദ വ്യൂയിങ് പോയിന്റ് പ്ലാറ്റ്ഫോം ഈസ് 25 പേഴ്സൺ. 25 ആൾക്കാരൊന്നും വരത്തില്ല. എന്നാണെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് കൂടെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. നമ്മളുടെ ടമാർ റിവറിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. കിഡിലും വ്യൂ എന്ന് തന്നെയാണ് പറയാം. ഈ താഴെ കാണുന്നത് പാറക്കൂട്ടങ്ങളാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു മനോഹാരിത എന്ന് പറയുന്നത്. വാവ്, നൈസ്. ഞാൻ നേരത്തെ ടാസ്മാനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കല്ലുകളും ഇങ്ങനത്തെ ഫോർമേഷനൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ജുറാസിക് പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു പ്ലേസാണ്. ഇവിടെ ഡൈനോസേഴ്സ് ഒക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഫോസിൽ ഫ്യൂൽസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു റോക്ക് ഫോർമേഷൻ ഈസ് ഓൾ ലൈക്ക് ജുറാസിക് പീരീഡ്. ആ ഒരു പീരീഡിലുണ്ടായ റോക്ക് ഫോർമേഷനാണ്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് രൂപാന്തരപ്പെട്ട പാറക്കെട്ടുകളാണിതൊക്കെ കേട്ടോ. ഇംഗ്ലണ്ടിലെ മാത്യു ബ്രാഡിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും മാത്രം നിറഞ്ഞിരുന്ന ഒരു ജീവിതമായിരുന്നു. ആയതിനാൽ 7 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വേണ്ടിയാണ് മാത്യു ബ്രാഡിനെ ടാസ്മാനിയയിലേക്ക് എത്തിക്കുകയുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു ലുക്കൗട്ടിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലോൺസെസ്റ്റൻ തൊട്ട് ലെഗാന, എക്സെറ്റർ, ഇങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്രാഡീസ് ലുക്കൗട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മൗണ്ട് ഓദർ, മൗണ്ട് ബാരോ, ബെൻലോ മൗണ്ട്, ഇതൊക്കെ ഇത്ര ഡിസ്റ്റൻസിൽ 25 കിലോമീറ്റർ, 35 കിലോമീറ്റർ, 60 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ലൊരു വ്യൂ ലോൺസെസ്റ്റിനിൽ നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലേ. കിഡിലും വ്യൂ ആണ്. അത്യാവശ്യം സണ്ണി ആയിട്ടുള്ളൊരു ദിവസം വന്നാലുള്ളൂ നമുക്ക് ഈ ഒരു സാധനം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ വെട്ടം അടിക്കുമ്പം
ഇതുണ്ട് നമുക്ക് അക്കര എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു അക്കരപ്പച്ച ഉണ്ട്, അക്കരപ്പച്ച. സോ ആ അക്കരയിൽ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ ആ സൂര്യൻ്റെ വെട്ടടിക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. പിന്നെ സമ്മറിലായി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പച്ചപ്പെല്ലാം നല്ലതായിട്ട് ഡ്രൈ ആവും. കാരണം ഇവിടെ ഒരു 28 ഡിഗ്രി വരെ ചൂട് പോകാറുണ്ട്. അപ്പോൾ ആ ചൂടെന്ന് പറഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ പുല്ലൊക്കെ ഉണങ്ങും. ഇതിപ്പോൾ വിൻ്ററിലായതുകൊണ്ട് മഴയൊക്കെ പെയ്ത് കുറേ ദിവസം, ഒരു ഒരാഴ്ച മുന്നേ 2-3 ദിവസങ്ങൾ അടുപ്പിച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്, പച്ചപ്പൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് ദൂരെ ആ കാണുന്നതാണ് മൗണ്ട് ഓത്തർ എന്ന് പറയുന്നത്, ആ പൊക്കത്തിൽ കാണുന്നത്. സോ അങ്ങനെ പല പല കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അക്കരപ്പച്ച എന്നൊക്കെ പറയുന്നില്ല, അതാണ്. പിന്നെ ആ മണ്ണ് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബീച്ചിൻ്റെ പോർഷൻ പോലെ നമുക്ക് തോന്നും. അതൊരു കരയാണ്, അതിങ്ങനെ ആ ഒരു കരയായിട്ട് ഇങ്ങനെ അത് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കുറേ മണ്ണ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് വിരൽ വെച്ചൊന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളുടെ ഇതുണ്ടാവും, പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളുടെ ഒരു ഇതുണ്ട്, റാമ്പ് ഇങ്ങനെ ഒരാൾക്കാർ പണിതിട്ടുണ്ട്. ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ, ഓസം ഓസം. കേട്ടോ അവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, മാക്സ് സൂമാണ് കേട്ടോ ഞാനിട്ടിരിക്കുന്നത്. കുഞ്ഞി കുഞ്ഞി വീടുകൾ, ഒത്തിരി ദൂരെ നിന്നാട്ടോ അത് സൂം ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുഞ്ഞി വീടുകളായിട്ട് തോന്നുന്നത്. ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ലോൺസെസ്റ്റനൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ വന്നിട്ട് തീർച്ചയായിട്ടും കാണേണ്ടതാണ്. സമ്മർ സമയങ്ങളിലൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി അധികം സ്പേസസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാർബിക്യൂൻ്റെ സ്പോട്ടുണ്ട്. ഇപ്പം സ്ത്രീകളായിട്ടുള്ള ആളുകളോട്ട് പുറത്ത് പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ആണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാട്ടിലൊക്കെ പോയിട്ട് ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് ലീഗൽ ഹിയർ. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു കുഞ്ഞു സ്ഥലമാണ്. ഫാമിലി ആയിട്ട് ഇപ്പം ലോൺസെസ്റ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഹിയർ. ഫാമിലി ആയിട്ട് വന്ന് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ബ്രാഡീസ് ലുക്കൗട്ട് എന്ന് പറയുന്നത്. 1823 ബ്രാഡി കൂട്ടത്തിലുണ്ടായിരുന്ന ജയിൽ പുള്ളികളോടൊപ്പം ജയിൽ ചാടുകയുണ്ടായി. ജയിൽ ചാടിയതിനു ശേഷം ബ്രാഡി ടാസ്മാനിയയിലെ സുഹൃത്തുക്കളോടൊപ്പം മോഷണം ആരംഭിച്ചു. ബ്രാഡിയും സുഹൃത്തുക്കളും ഒളിച്ചു താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും കുറ്റിക്കാടുകളായിരുന്നു. 1800കളിൽ ടാസ്മാനിയയിൽ അധികം വികസനമില്ലാതിരുന്നതിനാൽ കുറ്റിക്കാടുകളും ബന്ധക്കാടുകളും വളരെ കൂടുതലായിരുന്നു. ഈ ഒരൊറ്റ കാരണത്താലാണ് മെയിൻലാൻഡിലുള്ള ആളുകൾ ടാസ്മാനിയെ കാടാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സ്വഭാവക്കാരനായിരുന്നു ബ്രാഡി. സമ്പന്നരായിട്ടുള്ള ആളുകളെ ലക്ഷ്യം വെക്കുകയും സമ്പത്തില്ലാത്തവർക്ക് അത് മോഷ്ടിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ ഒട്ടും ഉപദ്രവിക്കാറില്ലാത്ത ഒരാളായിരുന്നു ബ്രാഡി. ഈ ഒരു കാരണത്താൽ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ബ്രാഡിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. ബ്രാഡിയുടെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു പ്രവൃത്തി 1825 ടൗൺ ഓഫ് സോറൽ ടാസ്മാനിയയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ മജിസ്ട്രേറ്റിനെയും പോലീസ് അധികാരികളുടെയും അവരുടെ ലോക്കപ്പിൽ തന്നെ പൂട്ടിയിടുകയുണ്ടായി. ഈ ഒരു കാരണത്താൽ കുറ്റവാളികളുടെ ഇടയിലും മറ്റുള്ള ആളുകളുടെ ഇടയിലും അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷമുണ്ടായിരുന്നു. അതേ കാരണത്താൽ തന്നെ അദ്ദേഹത്തെ പിടിക്കാനും കാരണമുണ്ടാവുകയായി. ഞങ്ങൾ മുകളിലത്തെ ആ ഒരു ലുക്കൗട്ട് അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നോട്ടെ. ഇവിടുത്തെ ആ ലുക്കൗട്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വ്യൂ കൂടെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 30 ആൾക്കാരെ നിൽക്കാവുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലാണ് 25 മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു നെക്സ്റ്റ് ലുക്കൗട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഇറ്റ്സ് ഓസം യാർ. ഊഫ്, ഞങ്ങൾ നല്ല ഹൈറ്റിലായിരുന്നു ഓൾറെഡി. അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിയതാണ്. ഇതാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളുടെ ഒക്കെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഭയങ്കര രസം. സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് നേരം, ഇപ്പം 4 മണി ആയതുള്ളൂ വൈകുന്നേരം കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. താഴെ കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ ആരുടെയെങ്കിലും വീടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അതൊരു വീടാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. സോ അത് അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. നൈസ്, ഇറ്റ്സ് ഓസം. ഇതുണ്ട് യൂക്കാലിയുടെ മരം കണ്ടോ. വാവ്,
ഒത്തിരി പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ. മിക്ക മരങ്ങളും വളരെ പഴക്കമുള്ള മരങ്ങളാണ്. മാത്യു ബ്രാഡിയുടെയും സുഹൃത്തുക്കളുടെയും പ്രധാന ഒളിത്താവളമായിരുന്നു ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ടമാർ നദിയിലൂടെ ഒഴുകിവരുന്ന കപ്പലുകൾ തടഞ്ഞു നിർത്തി കടൽ കൊള്ളക്കാർ എന്ന നാമത്തിൽ മറുകര കടക്കാനായിരുന്നു അവരുടെ പ്രധാന പദ്ധതി. ഇത് പ്രാവർത്തികമാക്കാൻ പല പ്രാവശ്യം ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. 1826 ഒരു വേട്ടക്കാരന്റെ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ആ പരിക്കിനാൽ പോലീസ് അധികാരികൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഹൊബാർട്ടിലെ കോടതിയിൽ കൊണ്ടുപോയി കുറ്റക്കാരനായി കണ്ടെത്തുകയും അതിനുശേഷം 1826 മെയ് 4 തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. മാത്യു ബ്രാഡിയുടെ മരണശേഷമാണ് ബ്രാഡീസ് ലുക്കൌട്ട് എന്ന നാമം ഈ സ്ഥലത്തിന് ലഭിക്കുകയുണ്ടായത്. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ചിലർക്ക് കാണാൻ ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബിസി ആയിട്ട് താമസിക്കുന്ന സിറ്റികളിലും ടൗണിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് മാറി ഒരു ദിവസം ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കൂട്ടാൻ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ലീവ് ഒരുമിച്ച് ലീവൊന്നും കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ലീവ് കിട്ടിയാലും അവരുടെ പാർട്ട്ണർക്ക് ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഓൺ ഫാമിലി ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബ്രാഡീസ് ലുക്കൌട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും നേരം നമ്മളിവിടെ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട്. ഈ അരമണിക്കൂറും കൊണ്ട് ഇവിടെ ഒരു ആൾ പോലും ആ ഒരു ഏരിയയിലോട്ട് അധികം കടന്നു വന്നിട്ടില്ല. പിന്നെ വിൻ്റർ സമയത്ത് ഇവിടെ ടൂറിസ്റ്റുകളുടെ അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വരവ് കുറവാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കുറേ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാർബിക്യൂ സെറ്റപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണം തന്നെ പറയാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായുള്ള ആൾക്കാർ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാസ്മാനെ വിസിറ്റ് ചെയ്യുന്നവരും ഹൊബാർട്ടിലുള്ള ആൾക്കാർക്കൊക്കെ യു കൻ ഡെഫിനറ്റ്ലി കം ടു ദിസ് പ്ലേസ്. കിടുക്കം ഒരു സ്ഥലമാണ്, കിടുക്കാച്ചൊരു സ്ഥലം. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, സീ യു.